അടുത്തതായിട്ട് റിയാക്ഷൻ ടു സ്ട്രെസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ്. അതായത് സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സ്പെസിഫിക് ഇവൻറ്റിന് ഉള്ള റിയാക്ഷനായിട്ട് വരുന്ന ഡിസോർഡേഴ്സ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ സ്ട്രെസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ആൻ അൺഹെൽതി ഓർ അൺപ്ലസൻറ്റ് ടെൻഷൻ ഓർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളൊരു സ്പെസിഫിക് സിറ്റുവേഷനിൽ അകപ്പെടുകയാണ്, വെയർ വി ഫീൽ ഹൈ ഇമോഷണൽ ആസ് വെൽ ആസ് ഫിസിക്കൽ ടെൻഷൻ, പിരിമുറുക്കം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യമല്ല സ്ട്രെസ്സ്, പക്ഷേ സ്ട്രെസ്സ് ഒരു ലെവൽ വരെ ആവശ്യവുമാണ്. കാരണം സ്ട്രെസ് ഇല്ലാതെ നമ്മൾ എല്ലാം ഫ്രീ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നേടാൻ കഴിയുകയില്ല. എക്സാമിന് ഒരു ചെറിയ സ്ട്രെസ്സ് വേണം, എക്സാമിനെ കുറിച്ച് ചെറിയൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കണക്കാക്കി അതിനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി നല്ല സ്കോർ ഗെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സ്ട്രെസ്സ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് ഓക്കെ, ബട്ട് വെൻ ഇറ്റ് എക്സീഡ്സ് എ ലിമിറ്റ് ഓർ എക്സീഡ്സ് എ പേഴ്സൺസ് ത്രെഷ്ഹോൾഡ് ഇറ്റ് വിൽ ബിക്കം പ്രോബ്ലമാറ്റിക് എന്ന രീതിയിൽ പറയാം. അപ്പോൾ സ്ട്രെസ്സായിട്ട് ബന്ധപ്പെട്ടുള്ള മേജർ ഡിസോർഡേഴ്സ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന ഒരു 3 കാറ്റഗറിയിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്, അതായത് ഒരു സ്ട്രെസ്ഫുൾ ഇവൻ്റ് വരുമ്പോൾ അക്യൂട്ടായിട്ട് അതിനോട് റിയാക്ട് ചെയ്യുന്നു. ഒരു ഹൈ ഇൻറ്റൻസിറ്റിയിൽ സഡനായിട്ട് ഒരു ആങ്സൈറ്റിയുടെ സിംറ്റംസ് എല്ലാം വന്ന് ആ വ്യക്തി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സൊക്കെ ഷോ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി അവിടെ ഹൈ വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷോ ചെയ്യുന്നു. ദാറ്റ് ഈസ് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ. ഇറ്റ് ഈസ് എ disorder which is characterized by symptoms like anxiety, despair and anger or overactivity which is in response to any specific stressful event. These symptoms are clearly related to stressor. If removed from the stressful environment, if possible the symptoms resolve rapidly. അതായത് ആ സ്പെസിഫിക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് ആ വ്യക്തി മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിനെ അകത്ത് നിർത്തുകയാണെങ്കിൽ the symptoms of anxiety or anger or overactivity will subside എന്നുള്ള രീതിയിൽ പറയാം. ദാറ്റ് ഈസ് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. വിച്ച് വൺ ഈസ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് വൺ. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് പോസ്റ്റ് ട്രോമാറ്റിക്. ആഫ്റ്റർ എ ട്രോമാറ്റിക് ഇവൻറ്റ്, that event which arouses a lot of stress in that specific person, അതിനുശേഷം ആ വ്യക്തി ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ അകപ്പെട്ടു പോവുകയാണ്. അതായത് ആഫ്റ്റർ എ ട്രോമാറ്റിക് ഇവൻറ്റ് ദർ ഈസ് ആൻ ഇൻറ്റൻസ് ലെവൽ ഓഫ് സ്ട്രെസ് ഇൻ ദാറ്റ് സ്പെസിഫിക് പേഴ്സൺ എന്ന രീതിയിൽ നമുക്ക് പറയാം. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പർ എറോസൽ, റീ എക്സ്പീരിയൻസിങ് ഓഫ് ഇമേജസ് ഓഫ് ദി സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ് ആൻഡ് അവോയ്ഡൻസ് ഓഫ് റിമൈൻഡേഴ്സ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രോമാറ്റിക് ഇവൻ്റ് ഒരു വ്യക്തി ഫേസ് ചെയ്യുകയാണ്. ട്രോമാറ്റിക് ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സിനെ നമുക്ക് പറയാം. ലൈക്ക് ഒരു ഫ്ലഡ് വരിക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ ആകാം, എർത്ത് ക്വേക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാർ, വലിയ യുദ്ധം വരിക, അല്ലെങ്കിൽ വയലൻസ്, സിവിയർ വയലൻസിന് വിധേയമാവുക, റേപ്പ് അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിന് വിധേയമാവുക, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന് ശേഷം ഉടനെ തന്നെ ഇതിൻ്റെ ആ റിയാക്ഷൻ സംഭവിക്കുന്നില്ല. പോസ്റ്റ് ട്രോമാറ്റിക്കിൽ അതിന് ഒരു സിംറ്റംസ് എല്ലാം ഒരു ലേറ്റൻസി സ്റ്റേജിന് ശേഷം, ലേറ്റൻസി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് ആ വ്യക്തിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള അതെല്ലാം ഒരു ഡിനയൽ ഫേസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ രീതിയിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിന് ശേഷം വിതിൻ 6 months ഒരു സ്ട്രെസ്ഫുൾ ഇവൻ്റ് വന്നതിന് ശേഷം ആ വ്യക്തിക്ക് വൈഡ് വെറൈറ്റി ഓഫ് സിംറ്റംസ് വരികയാണ്. ആ സിംറ്റംസിൽ കോമൺ ആയിട്ടുള്ളതാണ് ഹൈപ്പർ എറോസൽ,
റീ എക്സ്പീരിയൻസിങ് ഓഫ് ഇമേജസ് ഓഫ് സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ്, അതായത് സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ തിരിച്ചു വരിക, അതിനെ ഫ്ലാഷ് ബാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് മെൻ്റൽ റിട്ടേൺസ് ഓഫ് ഇവൻറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ പറയാവുന്നതാണ്. അതുകൂടാതെ ദ പേഴ്സൺ വിൽ ട്രൈ ടു അവോയ്ഡ് ദീസ് ടൈപ്പ് ഓഫ് റിമൈൻഡേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവൻ്റെ മനസ്സിനെ വഴുതി വീഴ്ത്തുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് ചിന്തയെ നീട്ടിക്കൊണ്ടു പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം അയാൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് disorder is characterized by symptoms of stress after a traumatic event like flood, war, violence, rape or any kidnapping, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, after that the person will show a wide variety of symptoms like re-experiencing the ഇമേജസ് ഓഫ് സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ് ആൻഡ് അവോയ്ഡൻസ് ആൻഡ് ഹൈപ്പർ വിജിലൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതായത് ആ വ്യക്തി എപ്പോഴും വിജിലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അലേർട്ടായിട്ട് എല്ലാത്തിനെയും ഒരു സംശയ ബുദ്ധിയോടുകൂടി, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ടാകുമോ എന്നുള്ള രീതിയിൽ എപ്പോഴും ഒരു അലേർട്ടായിട്ട് രീതിയിലും അല്ലെങ്കിൽ എപ്പോഴും ഞെട്ടുന്ന രീതിയിലൊക്കെ ആ വ്യക്തി ബിഹേവ് ചെയ്തേക്കാം. ദാറ്റ് ഈസ് കോമൺ സിംറ്റംസ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. Other symptoms that are seen in post-traumatic stress disorder includes intense feeling of fear, മെൻ്റൽ റിട്ടേൺസ് പറഞ്ഞിരുന്നു, ഫ്ലാഷ് ബാക്സ് എന്ന് നമുക്ക് പറയാറുണ്ട്, ഇമോഷണൽ നംനെസ് ഒരു മരവിപ്പ്, അവോയ്ഡൻസ് ഓഫ് പീപ്പിൾ, പ്ലേസസ് ആൻഡ് തിങ്സ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് സ്പെസിഫിക് ഇവൻറ്റ്, ഇൻസോംനിയ, ഡിസ്ട്രസിങ് ഡ്രീംസ് ഓർ നൈറ്റ് മെയർസ് എന്നുള്ള രീതിയിൽ പറയാം, ഇൻക്രീസ്ഡ് വിജിലൻസ് ഓർ വാച്ച്ഫുൾനെസ്, അതായത് ഇപ്പോഴും അലേർട്ടായിട്ട് ഇരിക്കുന്ന ഒരു പ്രത്യേക രീതി, സ്റ്റാർട്ടിൽസ് ഈസിലി, അതായത് പെട്ടെന്ന് ഞെട്ടുന്ന ഒരു പ്രകൃതം, ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി ആൻഡ് അഗ്രസീവ്നെസ്, ആൻഡ് ഇമ്പയർമെൻറ്റ് ഇൻ സോഷ്യൽ ആൻഡ് വർക്ക് ഫങ്ഷനിങ് എന്നുള്ള രീതിയിലൊക്കെ പറയാം, ആൻഡ് ഇമ്പയർമെൻറ്റ് ഇൻ സോഷ്യൽ ഇൻറ്ററാക്ഷൻ ഓർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലും പറയാം. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു അല്ലെങ്കിൽ സിംറ്റംസ് ആണ് PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റായിട്ട് മേജറായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും വലുതായിട്ടുള്ളത് ഇമോഷണൽ സപ്പോർട്ട് തന്നെയാണ്. ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സൈക്കോ സോഷ്യൽ തെറാപ്പീസ് അതിനകത്ത് ഇൻക്ലൂഡ് ആകും. അതിനു പുറമെ ആ വ്യക്തിയോട് അടുത്ത് നിൽക്കുന്ന ഇമോഷണൽ ബോണ്ടിങ് ഉള്ള വ്യക്തികൾ കൊടുക്കേണ്ടതായിട്ടുള്ള സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനു പുറമെ മെഡിസിൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. മെഡിസിൻസ് ഇൻക്ലൂഡ് മേജർലി ബെൻസോഡൈസിപ്പൈൻസ് അല്ലെങ്കിൽ ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ് ആണ് ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് കൊടുക്കാറ്. അതിനോടൊപ്പം തന്നെ ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ്സും കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇത് പ്രോപ്പർലി മാനേജ് ചെയ്തില്ലെങ്കിൽ ദർ മേ ബി ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് ഡിപ്രഷൻ ലൈക്ക് സിംറ്റംസ്. അപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി ഇതിലേക്കൊക്കെ വഴുതി വീണേക്കാം ഇങ്ങനെയുള്ള വ്യക്തികൾ. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള രീതിയിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതാണ്. അപ്പോൾ അതാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അടുത്തതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്നുള്ള ഒരു ഡിസോർഡറാണ്. അതൊരു കോമൺ ആയിട്ടുള്ള ഡിസോർഡർ തന്നെയാണ്. വാക്കിൽ തന്നെയുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ. അതായത് ഒരു ലൈഫിൽ ഒരു ചേഞ്ച് വന്നു കഴിയുമ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അതൊരു കോമൺ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്താ പറയുന്നത്, ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ലൈഫ് ഇവൻ്റ് നടന്നു. അതായത് ഒരു എക്സ്ട്രീം ബോണ്ടിങ് ഉള്ള ഒരു പേഴ്സൺ മരിച്ചു പോവുക, അല്ലെങ്കിൽ എക്സ്ട്രീം ഫിനാൻഷ്യൽ ലോസ് വരിക, അല്ലെങ്കിൽ ഡിവോഴ്സ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ചാണ് സംഭവിക്കുന്നത്. നമ്മുടെ റോൾ ചേഞ്ച് വരെയും സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്തായിരുന്നു അതിൽ നിന്നും വളരെ മാറി പോകുകയാണ് അവിടെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രീഡോമിനൻറ്റ് ഡിസ്റ്റർബൻസ് ഓഫ് ഇമോഷൻ ആൻഡ് കണ്ടക്ട് എന്നുള്ള രീതിയിൽ സിമ്പിൾ പറയാം. ദിസ് ഡിസോർഡർ യൂഷ്വലി ഒക്കേഴ്സ് വിതിൻ 1 month ഓഫ് സിഗ്നിഫിക്കൻറ്റ് ലൈഫ് ചേഞ്ച്. സിഗ്നിഫിക്കൻറ്റ് ലൈഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച്, അത് ആരുടെയെങ്കിലും മരണമാകാം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ലോസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. ആ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നതിന് ശേഷം 1 മാസത്തിനുള്ളിലാണ് ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കാറുള്ളത്. മോസ്റ്റ്ലി സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്സൈറ്റിയുടെ സിംറ്റംസും അതിനോടൊപ്പം ആങ്കർ, ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് വരാറുള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ ആർ
വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ സൈക്കാട്രിക് ഡിസോർഡർ സീൻ ഇൻ ക്ലിനിക്കൽ പ്രാക്ടീസ്. അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറിൻ്റെ ഒരു ഇൻസിഡൻസ് വളരെ കോമൺ ആണ്. ദർ ആർ മെനി സിംറ്റംസ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ്. ചിലരിൽ ആങ്സൈറ്റി പോലുള്ള സിംറ്റംസ് ആയിരിക്കും, ചിലരിൽ അത് ദേഷ്യം പോലുള്ള കാര്യങ്ങളായിരിക്കും, ചിലരിൽ ഡിപ്രഷൻ പോലുള്ള രീതിയിലേക്ക് പോകാം. അത് ഡിഫറെൻറ്റ് ആൾക്കാരിൽ അവരുടെ ലെവൽ ഓഫ് ഈഗോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിഫെൻസ് ബൗണ്ടറീസിനെയൊക്കെ ബന്ധപ്പെടുത്തിയിരിക്കും ഇങ്ങനെയുള്ള അവരുടെ സിംറ്റംസ് എന്തൊക്കെയാണ് ഷോ ചെയ്യേണ്ടത് ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലോസ്, എന്ത് രീതിയിലുള്ള ഒരു സ്പെസിഫിക് ലൈഫ് ചേഞ്ച് ആണ് വന്നത് എന്നുള്ളതിനെയും കൂടി ആസ്പദമാക്കിയാണ് അവരുടെ സിംറ്റംസ് ഒക്കെ ഇരിക്കുന്നത്. ദേ ആർ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി സീൻ ഇൻ അഡോളസൻസ് ആൻഡ് വുമൺ. ദിസ് ഡിസോർഡർ യൂഷ്വലി occurs in those individuals who are vulnerable due to poor coping skill or personality factors. The duration of the disorder is usually less than 6 months. അതായത് കുറച്ച് നാളത്തേക്ക് ഉള്ള ഡ്യൂറേഷൻ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ നോർമൽ ഗ്രീവിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തി അത് നോർമലായിട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ വൈദ്യസഹായത്തോടുകൂടി ആ വ്യക്തി നമ്മുടെ ഡിനയൽ, ആങ്കർ, ബാർഗനിങ്, ഡിപ്രഷൻ, അക്സെപ്റ്റൻസ് എന്ന ഒരു സ്പെസിഫിക് സ്റ്റേജാണ് ഗ്രീവിങ് പ്രോസസ്സിൽ ഏറ്റവും അവസാനം. അതായത് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇല്ലാത്തത് അതിനോട് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ള ആ ഒരു സ്പെസിഫിക് സിറ്റുവേഷനിലേക്ക് ആ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഇതിന് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സും ആൻറ്റി ഡിപ്രസൻ ഡ്രഗ്സുമാണ് ഫാർമക്കോളജിക്കലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിന് പുറമെ സൈക്കോ സോഷ്യൽ തെറാപ്പീസായ സപ്പോർട്ടീവ് സൈക്കോ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ക്രൈസിസ് ഇൻ്റർവെൻഷൻ, സ്ട്രെസ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ കൊടുക്കാറുണ്ട്. അതിന് പുറമെ നേഴ്സിംഗ് ഇൻ്റർവെൻഷൻ ലൈക്ക് എസ്റ്റാബ്ലിഷിംഗ് എ ട്രസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, encourage the patient to express their grief, help them to complete that specific grief process, use crisis intervention techniques. അവരുടെ ആങ്കർ അല്ലെങ്കിൽ ഔട്ട് ബേസ്റ്റ് എല്ലാം അവരോട് എക്സ്പ്രസ് ചെയ്യാൻ ഒരു അവസരം കൊടുത്ത് പിന്നെ ആ ഒരു എക്സ്പ്രഷനെ ആ ഫിസിക്കൽ സിംറ്റംസിൽ നിന്നൊരു വെർബൽ സിംറ്റം, അതായത് നമുക്കൊരു ദേഷ്യം വന്ന് നമ്മുടെ ഉള്ളിൽ വെച്ച് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും അത് ബാധിക്കും. പക്ഷേ നമ്മളൊരു പൊട്ടിക്കരയുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് റിലീഫ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. ടീച്ച് ദ പേഷ്യൻറ്റ് about medication and adverse effect and advise her not to discontinue medication without physician കൺസൾട്ടേഷൻ ഒരു ഓർഡർ എന്നുള്ള രീതിയിലും പറയാം. അതായത് ഈ മെഡിസിൻ കഴിക്കുമ്പോൾ വളരെ ഏറെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ടൈപ്പ് ഓഫ് ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ് അതിനൊരു അഡിക്ഷൻ പോലുള്ള ഒരു സ്പെസിഫിക് സിറ്റുവേഷനിലേക്കൊക്കെ പോയേക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുളികകൾ നമ്മൾ കുറച്ച് നാളെടുക്കുമ്പോൾ നമുക്ക് സെൻസ് ഓഫ് റിലീഫ് ഉണ്ടാകും. അപ്പോൾ അത് ഒറ്റയടിക്ക് നിർത്തുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിനൊരു ടാപ്പർ ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ ലെവൽ കുറച്ചാണ് നമുക്കതിൽ നിന്നൊരു പൂർണ്ണമായിട്ടൊരു വിഡ്രോവൽ സാധ്യമാവുകയുള്ളൂ. സഡൻ സ്റ്റോപ്പേജൊക്കെ വരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിംഗ് അല്ലെങ്കിൽ എക്സ്ട്രീം ബിഹേവിയേഴ്സൊക്കെ ഷോ ചെയ്തേക്കാം. അതുകൂടാതെ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഒരു സെഡേഷൻ പോലുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. കാരണം ഈ മെഡിസിൻ്റെ വേറൊരു പേര് തന്നെ സെഡേറ്റീവ്സ് എന്നുള്ള ഒരു കാറ്റഗറി തന്നെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റിസ്കി ആക്ടിവിറ്റീസ് ലൈക്ക് ഡ്രൈവിങ് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ മുകളിലേക്ക് ഒരു 10 നില കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ പോയിരുന്ന് പണി ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ റിസ്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റിസ്കി ആക്ടിവിറ്റീസ് ലൈക്ക് ഡ്രൈവിങ്, സ്വിമ്മിങ്, ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള മെഡിസിൻസ് ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ റിജിമിലിരിക്കുമ്പോൾ അവോയ്ഡ് ചെയ്യണം. സോ ദീസ് ആർ ദി മേജർ പോയിൻറ്റ്സ് ടു റിമെമ്പർ ഇൻ റിയാക്ഷൻ ടു സ്ട്രെസ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ. അതിൽ കോമൺ ആയിട്ട് വരുന്നതാണ് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡനായിട്ട് ഹൈ ഇൻറ്റൻസിറ്റിയിൽ സ്ട്രെസ്ഫുൾ ഇവൻസിനോട് റിയാക്ട് ചെയ്യുന്ന ഒരു രീതി. ദെൻ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് ഇവൻറ്റിന് ശേഷം 6 മാസത്തിനുള്ളിൽ ഒരു വൈഡ് വെറൈറ്റി ഓഫ് സിംറ്റംസ് വരുന്നു ആ വ്യക്തി
വളരെ ഏറെ ദുഃഖിതം അനുഭവിക്കുന്നു. അതുകൂടാതെ തന്നെ ആ വ്യക്തിക്ക് ആ ഒരു ഫ്ലാഷ് ബാക്ക് മനസ്സിലേക്ക് എപ്പോഴും ആ ഒരു കാര്യം മനസ്സിൽ ഇമാജിൻ പോലെ അല്ലെങ്കിൽ മനസ്സിൽ തെളിഞ്ഞ് കാണുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു ദുഃഖം അവർ അനുഭവിക്കുകയാണ്. അതുകൂടാതെ ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിംഗ്, ഹൈപ്പർ വിജിലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എല്ലാവരോടും ദേഷ്യം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലും ഡിപ്രഷനിലേക്ക് വഴുതി വീഴുകയും സൂയിസൈഡൽ ബിഹേവിയേഴ്സൊക്കെ ഷോ ചെയ്തേക്കാം. അപ്പോൾ അതാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ. അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മേജറായിട്ട് ലൈഫിൽ വരുന്നൊരു സ്പെസിഫിക് ചേഞ്ചിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട്. മേജർ ലൈഫ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി നെഗറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം. പോസിറ്റീവായിട്ടുള്ള ലൈഫ് ചേഞ്ചിൽ ഇത്രയും ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ വരാറില്ല. ചില കേസുകളിൽ വന്നേക്കാം. അതായത് ഒരു എക്സ്ട്രീമായിട്ടുള്ളൊരു ലൈഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറിൽ ഒരു വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. അത് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറിൽ വരുന്നതല്ല, പക്ഷേ അതിലും ഇതിൻ്റേതായ ഒരു സ്പെസിഫിക് സിംറ്റംസ് ഒക്കെ ഷോ ചെയ്തേക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ഫസ്റ്റ് ടൈം മദറാവുന്ന ഒരു പേഴ്സൺ ആ ഒരു വൈഫ് റോളിൽ നിന്ന് ഒരു മദർ റോളിലേക്ക് ഒരു ലൈഫ് ചേഞ്ച് സംഭവിക്കുമ്പോൾ ഒരു വൈഡ് വെറൈറ്റി ഓഫ് സിംറ്റംസ് വരുന്നു. അതാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്നൊക്കെ പറയുന്നത്. അതും ഒരു രീതിയിൽ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള പോയിൻറ്റ്സ് ടു റിമെമ്പർ ഇൻ ദി സ്ട്രെസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ.